ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷ് ബാസ്റ്റിനെ അറിയാത്തവരാരുമില്ല. ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വരുന്ന ബിനീഷ് ബാസ്റ്റിൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിനീഷ് ബാസ്റ്റിനെ കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് കയറി വന്ന് ഒരുപാട് സിനിമകളിൽ ഗുണ്ടയായിട്ട് മാത്രം അഭിനയിച്ച് നായകന്മാരെല്ലാം ഇടി കൊള്ളാൻ എന്താ പറയുന്നേ, ആ ഒരു ഭാഗ്യം, ഇടി കൊള്ളാനും വേണം ഒരു ഭാഗ്യം. അങ്ങനത്തെ ഒരു ഭാഗ്യം മാത്രം ഉണ്ടായിരുന്ന ഒരു നടനാണ് ബിനീഷ് ബാസ്റ്റിൻ. പക്ഷേ അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറ്റിയത് തെറി എന്ന് പറയുന്ന വിജയ് ചിത്രമാണ്. അതിനു മുന്നേ വരെ അദ്ദേഹം നായകന്മാരെ ഇടി കൊണ്ടതിന് ശേഷം വീണ്ടും ടൈല് പണിക്ക് പോകുന്ന ആളുമായിരുന്നു. ആ ടൈല് പണി ചെയ്യുന്നതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു. കാരണം ആ ടൈല് പണി കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം നോക്കിയിരുന്നു. ഒരു അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്, സഹോദരന്മാരുണ്ട്. അമ്മച്ചിയും ബിനീഷ് ബാസിനുമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. നല്ല രസമാണ്. അപ്പൊ എന്തായാലും ഒരു ലെവലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കിട്ടിയത് തെറി എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. വിജയ് സാറിനെ കുറിച്ച്, അതായത് ദളപതി വിജയെ കുറിച്ച് പറയാറുണ്ട്. വിജയുടെ ആ ഒരു സിനിമ കൊണ്ടാണ് തലവര തന്നെ മാറിയത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും, കാരണം ഫെയിമായി ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉയർച്ച അങ്ങനെയായിരുന്നു. പടിപടിയായിട്ട് അദ്ദേഹം ഉയർന്നു വരുന്നു. സിനിമകളിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള റോളുകൾ വരാൻ തുടങ്ങി. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം എന്റർടൈൻ ചെയ്യുന്ന അമ്മച്ചിയായിട്ടുള്ള വീഡിയോ ആണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് അനസ് പാനാവള്ളി എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകർ, അദ്ദേഹം ഒരു 9 കൊല്ലമായിട്ട് സാമൂഹിക പ്രവർത്തനം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അദ്ദേഹം പ്രിയ കൂട്ടുകാരനായ ബിനീഷ് ബാസ്റ്റിൻ ഒരു പിറന്നാൾ ആശംസ നേർന്നു. പിറന്നാൾ ആശംസ നേർന്നതിന് താഴെ ബിനീഷ് ബാസ്റ്റിൻ ഒരു കമന്റ് ഇട്ടു. ആശംസ, അതായത് പിറന്നാൾ ആശംസ ഇതായിരുന്നു, സുഹൃത്തിന്, അതായത് ഒരു സുഹൃത്ത് ബന്ധം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആശംസ വെച്ചു. അപ്പം ബിനീഷ് ബാസ്റ്റിൻ താഴെ കമന്റ് ഇട്ടു, സുഹൃത്ത് ബന്ധം തുടരണമെന്നുണ്ടെങ്കിൽ തരാനുള്ള കാശ് തിരിച്ചു തരണമെന്ന്. ബിനീഷ് ബാസ്റ്റിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം എന്തോ കള്ളം പറഞ്ഞ്, അതായത് വലിയ എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും പിന്നീട് ആ പൈസ തിരിച്ചു കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പം ഉണ്ടായ ഒരു സംഭവമാണിത്. അപ്പം അതിനെപ്പറ്റി ഈ പറയുന്ന അനസ് പാനാവള്ളി പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 30,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 25,000 രൂപയും തിരിച്ചു കൊടുത്തു, ഇനി 5,000 രൂപ കൊടുക്കാനുള്ളൂ എന്നുള്ളത്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സുഹൃത്ത് ബന്ധങ്ങളും തകർന്നു പോകുന്നത് പണത്തിന്റെ പേരിലാണ്. മറ്റു കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ മദ്യപാനത്തിനിടയിലുള്ള തർക്കം, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉള്ള വാക്കുതർക്കങ്ങൾ, പാർട്ടി സംബന്ധമായ കാര്യങ്ങൾ, ഈ രണ്ട് സുഹൃത്തുക്കൾ 2 പാർട്ടിയിലാണെങ്കിൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മളൊരു സുഹൃത്തിന് പണം നൽകിയതിനു ശേഷം അത് തിരികെ കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടക്കേടും, പിന്നീട് ആ ഇഷ്ടക്കേട് സുഹൃത്ത് ബന്ധത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെ അനസ് പാനാവള്ളി ഇങ്ങനെ ഒരു സംഭവം വീഡിയോ ഇട്ടു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ്. കാരണം വിഷമമായി. ഇത്രയും പേര് അറിയുന്നു. ബിനീഷ് ബാസ്റ്റിൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ ആളുകളാണ് ഇത് കാണുന്നത്. നമുക്കറിയാം, മലയാള സിനിമയിൽ തന്നെ പ്രമുഖനായ ഒരു നടന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പൈസ കൊടുക്കാതെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ വരികയും അതിനുശേഷം അദ്ദേഹം ഇടുന്ന ഏത് പോസ്റ്റിന്റെ താഴെയും നമ്മൾ മലയാളികൾ ബട്ട് ക്യാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. എന്തിയെ കാശ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പതേ അത് ഇങ്ങോട്ടുമായി. എന്തായാലും ഈ അനസ് പാനാവള്ളി 5,000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് 5,000 കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാലും ഈ ചേട്ടൻ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ 5,000 ആണെങ്കിലും കൊടുക്കാനുള്ള സമയത്ത് കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് സുഹൃത്ത് ബന്ധത്തിനെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ പണം എന്ന് പറയുന്ന ഒരു ഘടകത്തിനെ കയറ്റാതിരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. പണത്തിന്റെ പേരിലുള്ള പല തർക്കങ്ങളും സുഹൃത്തുക്കൾ തമ്മിൽ അടിയുണ്ടാകുകയും കൊലപാതകങ്ങൾ വരെയും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഓർത്തത്. പണ്ട് ഞാനും, എന്നെ അധികം ആർക്കും അറിയത്തില്ല എങ്കിലും ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല, എനിക്കുണ്ടായ ഒരു സംഭവം പറയാം. ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്തിന് ഞാൻ പണം നൽകുകയും, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നുമില്ല, 1,000 രൂപയുടെ കേസുകൾ, വെറും 1,000 രൂപ കൊടുക്കുകയും പിന്നീട് നമ്മളത് അങ്ങനെ ചോദിക്കത്തുള്ളൂ. പിന്നീട് ഒരു അവസരത്തിൽ വീട്ടിലെ ഒരു ആവശ്യം, ഒരു ആശുപത്രി കേസ് വന്നപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എടാ എനിക്ക് അത്യാവശ്യമായിട്ട് 1,000 രൂപ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,000 രൂപയും കൊണ്ട് ആശുപത്രി കേസ് നടക്കുകയല്ല. പക്ഷേ എങ്കിലും ആ 1,000 കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടെ ആകുമല്ലോ. ചോദിക്കുന്നതിനിടയ്ക്ക് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് അവസാനം സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, നീ വന്ന് വാങ്ങിച്ചിട്ട് പൊക്കോളെ. അങ്ങനെ ഒരു ഡയലോഗ് എന്നോട് അടിച്ചു.
അതായത് ആ വാങ്ങിച്ച വ്യക്തി തന്നെ എൻ്റെ കയ്യിൽ, എൻ്റെ സുഹൃത്തല്ലേ, സുഹൃത്ത് തിരിച്ച് എൻ്റെ കയ്യിൽ തരേണ്ടതല്ലേ, തന്നില്ല. പകരം ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, നീ വാങ്ങിച്ചിട്ട്. അതായത് വേണേ വാങ്ങിച്ചിട്ട് പൊക്കോളെ. ഞാൻ പണം ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, 1000 രൂപ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. കൊടുത്ത പൈസയല്ലേ, തിരിച്ചു ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ആ സുഹൃത്ത് ബന്ധം അവിടെ കൊണ്ട് തന്നെ തീർന്നു. കാരണം അത്രയ്ക്കുള്ള മൂല്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഒരു പണം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ ഒരു പ്രശ്നമാണ്. അല്ലാതെ ഒരു രീതിയിൽ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ അധ്വാനിച്ച പൈസയിൽ നിന്ന് നമുക്കൊരാവശ്യം വന്നപ്പം നമ്മൾ തിരികെ ചോദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം. ഞാൻ കടം വാങ്ങാറുള്ള വ്യക്തിയാണ്. എനിക്ക് സുഹൃത്തുക്കൾ കടം തരികയും ചെയ്യും. ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ലക്ഷോ കാര്യമൊന്നുമില്ല, 1000-2000 വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ നിറവേറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ തരും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനെന്ന വ്യക്തി ഒരാളുടെ കയ്യിൽ നിന്ന് കടം പറ്റിക്കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് തിരിച്ചു കൊടുക്കാവോ അല്ലെങ്കിൽ ഒരു അവധി പറയുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അത് കൃത്യമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ ഒന്നും നമ്മൾ അധികം ചോദിക്കണ്ട. ഒരു 2000 രൂപ അത്യാവശ്യം വേണമെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ ഫോണിൽ, നമ്മുടെ ഗൂഗിൾ പേ വഴി നമുക്ക് പൈസ വരും. അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന കാര്യം, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ പണം വന്നാൽ നമ്മൾ വാങ്ങിച്ചാൽ തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നേ. അല്ലാത്ത പക്ഷം ഭയങ്കര കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് പണം പോയ കേസുകളും ഉണ്ട്. എന്നാ പറയുന്നത്, നമുക്ക് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പൈസയുടെ മൂല്യം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് 10 രൂപ എന്ന് പറയുന്ന വലിയൊരു കാര്യമായിരുന്നു. 10 മാറി 50 എന്ന് പറയുന്ന വലിയ കാര്യമായിരുന്നു. 100 രൂപ കയ്യിൽ കിട്ടിയ വലിയ കാര്യമായിരുന്നു. 100 മാറി 500 ആയി, 500 മാറി 1000 ആയി, 1000 മാറി 2000 ആയി. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പണത്തിന്റെ മൂല്യം ഓരോ തവണയും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറയും. അതായത് 500 രൂപയുടെ കേസല്ലേ ഉള്ള, ഇതാ ഒരു 500 രൂപയുടെ കേസല്ലേ ഉള്ളടാ എന്ന് പണ്ട് പറഞ്ഞിരുന്ന സ്ഥാനത്ത് എന്നാ പറഞ്ഞത്, ഇപ്പൊ പറയുന്ന സ്ഥാനത്ത് ഇപ്പം ഒരു 500 രൂപയുടെ കേസ് ഉള്ളടാ എന്ന് പറയുന്ന സ്ഥാനത്ത് പണ്ട് 500 എടാ 500 രൂപയടാ, അത്രയും പൈസ എങ്ങനെയാണോ ഒപ്പി. അന്ന് നമ്മൾ ഇങ്ങനെ വിഷമിച്ച് പറയും ഇന്ന് 500 രൂപയുടെ കേസേ ഉള്ളതെന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. പൈസയുടെ മൂല്യം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് മാറി ഇവിടെ സംഭവിച്ച എന്നാ, ഇവിടെ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, വാങ്ങിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു എന്നുള്ളതും കൂടെയാണ് ബിനീഷ് ബാസ്റ്റിൻ ആരോപിക്കുന്ന കാര്യം. അതിന് മറുപടിയായിട്ട് അദ്ദേഹം, അതായത് അനസ് പാണാവള്ളി പറഞ്ഞിട്ടുണ്ട്, 25,000 രൂപ തിരികെ കൊടുത്തിട്ടുണ്ട്, 5,000 രൂപയും കൂടെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ 5,000 രൂപ എടുത്ത പ്രശ്നം തീരും. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നാണക്കേടാണ്. പണത്തിന്റെ പേരിൽ പലരും നാണം കെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പണ്ട് കാലങ്ങളിലും ഉണ്ട്, ഇപ്പോഴും അത് അങ്ങ് പോകുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും പണത്തിന്റെ പേരിൽ, പണം കൊടുക്കാനില്ലാത്ത പേരിൽ, അല്ലെങ്കിൽ വാങ്ങിച്ച പണം തിരികെ നൽകാൻ പറ്റാത്തതിന്റെ പേരിൽ പലരും ജീവൻ തന്നെ കളയുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. മാനക്കേട് എന്ന് പറയുന്ന ഒരു സാധനം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല, വാങ്ങിച്ച പൈസ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ഒരാളുടെ അടുത്തല്ല പലരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ ആരും നമുക്ക് പൈസ തരത്തില്ല. ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ കിട്ടത്തില്ല, ഇല്ലെന്ന് പറഞ്ഞ് വിടത്തേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ നന്നായിട്ട് കൊണ്ടുപോവുക. കൂട്ടുകാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുപോവുക. ഇതിന്റെ ഇടയിൽ പണം കയറ്റാതിരിക്കുക. നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ, നമുക്കൊരു പൈസയുടെ ഒരു ആവശ്യം നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ കൂടത്തിൽ, എടാ ഇത് നീ വെച്ചോടാന്നും പറഞ്ഞ് തരാനായിട്ട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ആ തന്ന പൈസ നമ്മൾ മനസ്സിൽ കാണണം, എനിക്ക് അവൻ തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളത് കൊടുക്കുകയും ചെയ്യണം. അതാണ് ഇതിനകത്തൊരു കാര്യം. എപ്പോഴും വാങ്ങിച്ചാൽ മാത്രം പോരാ, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പാഠമാണ് എനിക്ക് ഇന്ന് ഈ ഒരു സംഭവം കണ്ടപ്പോൾ മനസ്സിലായി. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാധാരണ രീതിയിൽ നടക്കുന്ന സംഭവമാണ്. പൈസ ചിലർ വാങ്ങിച്ചിട്ട് കൊടുക്കത്തില്ല, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഈ ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയുന്ന നടൻ ഈ ഒരു സംഭവം ഉയർത്തി കാണിച്ചപ്പോൾ, മറ്റേ ആളുടെ പേരൂടെ പറഞ്ഞു കാണിച്ചപ്പോൾ, ആ ഒരു കാര്യം മുൻനിർത്തി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെയാണ് അതിനകത്തെ ഒരു കാര്യം. നമ്മൾ പണത്തിന്റെ പേരിൽ കലഹിക്കാൻ പാടില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, വാങ്ങിച്ചാൽ വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഈ അനസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനാണെങ്കിലും പുള്ളിക്കൊരു നാണക്കേട്
ശരിയാണ്, നാണക്കേട് ഉണ്ടാകും. കാരണം നമ്മളെ പറ്റി ഒരാൾ എടാ ഇത് അവൻ ഇങ്ങനെ തരാനുണ്ട് 10 പേരുടെ അടുത്ത് പറഞ്ഞാൽ തീർന്നില്ലേ? ഇത് 10ആണോ? ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ കണ്ടത് സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം 5000 രൂപയുടെ ഇതേ ഉള്ളത്, എവിടെയെങ്കിലും അദ്ദേഹം അത് കൊടുക്കുക. സുഹൃത്ത് ബന്ധം അത് പിന്നെ ഇനിയിപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അദ്ദേഹം മാത്രമല്ല, ആരാണെങ്കിലും എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുന്ന പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടാൽ മാത്രം പോരാ. നമുക്ക് എപ്പോഴെങ്കിലും മറ്റൊരു വഴിയിൽ നിന്നോ നമ്മൾ അധ്വാനിച്ച വഴിയിൽ നിന്നോ പൈസ വന്നാൽ നമുക്ക് അതിൽ നിന്നും മിച്ചം പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനും കൂടെ പഠിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പല ബന്ധങ്ങളും നിലനിർത്താൻ പറ്റുള്ളൂ. എന്താ പറയാ, പണത്തേക്കാൾ സ്നേഹവും പണവും തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ പലയിടത്തും സ്നേഹമുണ്ട്. അല്ലാത്ത പക്ഷം ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം, പണത്തിന് മേളിൽ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം വീട്ടുകാരായിരിക്കണം, അപ്പനും അമ്മയും ആയിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയായിരിക്കണം, അങ്ങനെയുള്ളവരായിരിക്കണം. അല്ലാത്ത പക്ഷം സഹോദരന്മാരോ സഹോദരിമാരോ ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ പണത്തിന് വേണ്ടി സഹോദരനും സഹോദരിയും തമ്മിൽ തല്ല് പിടിക്കാറും ഒക്കെ ഉണ്ട്. എങ്കിലും പറയുകയാണ്, നമ്മുടെ വീടും വീട്ടുകാരും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്നേഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ പണം എന്ന് പറയുന്ന ഒരു സാധനത്തിന് വിലയുണ്ട്. പണമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, പണമുണ്ടെങ്കിൽ 10 പേര് നമ്മുടെ അടുത്ത് വരും. ഒരുത്തൻ പണക്കാരനല്ലെങ്കിൽ വിലയില്ല. അങ്ങനെ ഒരു കാര്യമാണ് അത്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ബൈ.